ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. ഈ ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ലാസ്റ്റ് വരെയും കണ്ടോക്കെ. ഇതിൽ ഞാൻ പ്രത്യേകിച്ചിട്ടൊരു സാധനം കൂടി ഇട്ടിട്ടാണ് ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു മണ്ണിൻ്റെ ചീഞ്ചട്ടി എടുത്ത് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ ഉലുവ, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതെല്ലാം നല്ലോണം പൊട്ടിയതിനു ശേഷം 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം പൊടി മൂപ്പിച്ചെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ നല്ലോണം കരിഞ്ഞു പോകും. അതിന് ശേഷം പൊടിയെല്ലാം മൂത്തതിന് ശേഷം 3/4 ടീസ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. നല്ലോണം എന്ന് വെച്ചാൽ ഒരു 3/4 ഭാഗം വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം പ്രത്യേകിച്ചിട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള വെള്ളത്തിൽ തന്നെ അത് ചിക്കൻ വെന്ത് വന്നോളും. അതിന് ശേഷം ചെറുതായിട്ടത് വെന്തതിന് ശേഷം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് മുറിച്ചിട്ടതും, 2 തക്കാളി മുറിച്ചിട്ടതും, 3-4 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ വെള്ളം ഇതെല്ലാം ഇങ്ങനെ ഊറി വന്നോളും. അങ്ങനെ ഇതെല്ലാം ഊറി വന്നതിന് ശേഷം ഇതൊന്നും നമുക്ക് നല്ലോണം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് 1 ടേബിൾ സ്പൂണോളം ശർക്കര പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഹണി ഉണ്ടെങ്കിൽ ഹണി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞൊരു സീക്രട്ട് സാധനം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റാണ്. എരിവും പുളിയും മധുരമുള്ള കറിയാണ്. എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നല്ലോണം വറ്റിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് തീർന്നുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഒരു അടിപൊളി കറി എല്ലാത്തിൻ്റെ ഇത് കോമ്പായിട്ട് പോയിക്കോളും. അപ്പോൾ ഇത് ആ കറീനെ നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഡെക്കറേഷനും വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.